ഹായ്, വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. അപ്പം അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട് അല്ലേ? വീഡിയോ എടുത്തിട്ട് മിഞ്ഞാന്ന് വീഡിയോ എടുത്തു. എന്നാലും ഇപ്പൊ വളരെ സ്ലോ ആണ് വീഡിയോ. എന്താണ് അപ്പൊ എന്താ പറയാ, ഇപ്പൊ നമുക്ക് ഉണക്കനെ ചെണ്ട ഔട്ട് ക്ലാസ്സിലേക്ക് അവിടെ നിൽക്കാട്ടെ. സമയം ഇപ്പൊ എത്ര മണി? 7 മണിയായിട്ടാണ്. അപ്പോൾ അതെ, അവിടെ അമ്പലത്തിന്റെ പുറത്താണ് നിൽക്കുന്നത്. ഇനി കുണക്ക വരുന്നതോട് കൂടിയിട്ടൊരു 7:45 8 മണി വരെയാണ് ക്ലാസ്. 7:45 ഞങ്ങൾ പുറത്തേക്കാണ്. 7:45 പുറത്തിറങ്ങി കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയി തൊഴുത് അവിടുന്ന് ചായ കുടിക്കും. ഇപ്പോഴത്തെ ബ്രേക്ക്ഫാസ്റ്റ് കക്കടം വരുന്നത് രാവിലത്തെ ഫുഡ് അവിടുന്ന് കഴിക്കും കേട്ടോ. ഉപ്പുമാവ്, അന്നേരം പുട്ടും ചെറുപ്പയറായിരുന്നു. അപ്പോൾ അവിടെ ഒരാൾക്ക് വിശന്ന് തുടങ്ങി. പണ്ടൊരു കുണുക്ക് വരണ്ടേ, കുണുക്കിനോട് വന്നിട്ട് അങ്ങനെ കഴിക്കാൻ പോലും അല്ലെങ്കിൽ വണ്ടിയിലേത് ഉറങ്ങണ ആളാട്ടോ. ഇന്നും ഉറങ്ങണില്ല, കുറച്ചേരം വെയിറ്റ് ചേട്ടന്റെ ചെണ്ട പൊട്ടിന് ശ്രദ്ധിച്ചു നോക്കി. കുണുക്കന്റെ ചെണ്ട ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്, അത് ശ്രദ്ധിച്ചു നോക്കിയ മോൻ പഠിക്കാടി. ഇനി ഞാനും കുണിക്ക് കൂടിയിട്ട് പഠിക്കാൻ ചേട്ടൻ പഠിച്ചു കഴിയുമ്പോഴേക്കും ലോന നമ്മൾ പഠിക്കണ്ടേ? അങ്ങനെ പറയല്ലേ. നമ്മളെന്തായാലും ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യനാണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത് ഫോണില് നോക്കി പഠിക്കുകയാണ് അല്ലേ? 27 ക്വസ്റ്റ്യനാണ് നിൽക്കുന്നത്. പക്ഷെ ഈ 27 ക്വസ്റ്റ്യനിൽ ഞാൻ ഇന്നലെ എടുത്തു നോക്കിയപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര ലേഖ വെച്ചാൽ അതിൻ്റെ കടിയിൽ എൻ്റെ കമൻറ്റ് തന്നെ എന്തൊക്കെ അറിയണമെന്ന്. അപ്പം എന്തായാലും അറിയേണ്ട ഇനിയും കുറേ ആരാണെങ്കിൽ ഫോൺ നമ്പർ കേട്ടോ എന്നെ കോണ്ടാക്ട് ചെയ്തത്. എനിക്ക് പറയാൻ പറ്റാതിൻ്റെ പരമാവധി മാത്രമേ നമുക്ക് എന്നിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ലവ് യു മലപ്പുറം. അപ്പോൾ ഈ ഒരു ലവ് യു മലപ്പുറം എന്നുള്ളത് ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും കമൻറ്റ് ബോക്സിൽ മെയിനായിട്ട് കാണുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളോട് അത്ര ഇഷ്ടപ്പെട്ട ഒരാളാണ് മലപ്പുറത്ത്. നമ്മളെ സ്നേഹിക്കുന്ന അവരും ഉണ്ട്. താങ്ക് യു. അപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് ഇത് കാണുമ്പോൾ തന്നെ. പിന്നെ നമ്മുടെ വീട്ടിലത്തെ കാര്യമില്ലാത്ത കുറേ കാര്യങ്ങളാകുമ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളാണ് നമ്മൾ പറയും, മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗോകുലിൻ്റെ വീട്ടുകാരുമായിട്ടുള്ള പിണക്കം മാറിയും അതാണ് ഞങ്ങളോട്. അതിന് ഞങ്ങൾ അവരോട് തല്ലുണ്ടാക്കിയിട്ടില്ല, ഇണങ്ങാനും പോയിട്ടില്ല ഇതുവരെ. നമ്മൾ പിണങ്ങിയിട്ടില്ല, തല്ലുണ്ടാക്കി വഴക്കുണ്ടാക്കി വാക്ക് സംസാരം ഉണ്ടാക്കിയ കാരണം ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ നേരിട്ട് തമ്മിൽ കണ്ടിട്ടുമില്ല. അപ്പോൾ ഇണക്കത്തിനും സാധ്യതയില്ല. അപ്പോൾ അതുപോലെ തന്നെ പോണു. അച്ഛനും കുഞ്ഞിനും ഞങ്ങളോടേക്ക് വരുന്നുണ്ട്. അവരായിട്ട് ഞങ്ങൾ നല്ല നിലയ്ക്കാണ് പോകുന്നത്. അപ്പോൾ അതുപോലെ അങ്ങോട്ട് പോട്ടെ, ബാക്കിയൊന്നും നമ്മളിപ്പോൾ തീരുമാനിക്കുന്നില്ല. പിന്നെ പൊന്നും ഷെബീനും നിങ്ങൾക്ക് പണം തന്ന സ്ഥലം വാങ്ങിയെന്ന് നിങ്ങൾ രണ്ടുപേരും മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് പണത്തിൻ്റെ പ്രശ്നമുണ്ട്. കുഞ്ഞിൻ്റെ വിവാഹത്തിന് വിൽക്കാൻ തീരുമാനിച്ച മറ്റൊരു സ്ഥലവും നിങ്ങൾക്കുണ്ട്, അതും നിങ്ങൾ വിറ്റില്ല. നിങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾ എപ്പോഴും പറയാറുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ അതിന് ഉള്ള ആൻസർ അവർ തരില്ല എന്ന് ഒരു പെണ്ണ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ തന്നെ ഒരാൾ യെസ് കറക്റ്റ് അത് നമ്മൾ. പക്ഷേ നമുക്കിതിൽ മറുപടി തരാണ്ടിരിക്കാനുള്ള പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഇതിന് വ്യക്തമായിട്ടുള്ള മറുപടി ഞങ്ങളുടെ കയ്യിലുള്ളിടത്തോളം കാരണം ഞങ്ങൾക്കത് വിഷയമില്ല. ഞങ്ങൾ അവർക്ക് കാശിന് കൊടുത്തിരുന്ന സ്ഥലം തന്നെയാണ്. പക്ഷെ അവർക്ക് ഒറ്റയടിക്ക് എത്ര ലക്ഷം രൂപ സ്ഥലത്തിന് നമ്മള് സെന്റിന് 2.5 ലക്ഷം റുപ്യായിട്ടാണ് അവിടെ വിറ്റത്. 6 സ്ഥലം 7 സെന്റിന് ഒരു 14 പോയിന്റ് കുറവാണ്. അത്ര സെന്റാണ് നമ്മൾ അവർക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് അവളുടെ കയ്യിൽ ഈ ഒരു 14 ലക്ഷം ഞങ്ങൾക്ക് തരാനുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ അല്ലേ? അപ്പം അവർ പറ്റുന്നവരെ കുറേശ്ശെ എന്തെങ്കിലും തന്ന് ഇതാക്കുന്നുണ്ട്. അല്ലാണ്ട് ഒറ്റയടിക്ക് നമുക്ക് അവരുടെ നിന്ന് കുത്തിന് പിടിച്ച് മേടിക്കാൻ പറ്റില്ല. അവർ ചെറുപ്രായമാണ്. അപ്പോൾ അവർക്ക് ഞങ്ങളത് ഹെൽപ്പായിട്ട് ചെയ്ത് എന്താ വെച്ചാൽ ഒറ്റയടിക്ക് അവർക്ക് കയ്യിൽ കാശായിട്ട് സ്ഥലം മേടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ട്, കാര്യങ്ങളുണ്ട്, ഇത് ഞങ്ങൾ എടുത്തോ. അപ്പോൾ നമ്മൾ കുറേശ്ശായിട്ട് ഇങ്ങനെ തന്നു വിട്ടാൽ മതി. നിങ്ങൾ വീട് പണി ഉദ്ദേശിക്കണം. മക്കൾക്ക് സ്ഥലം കാശിനാണ് കൊടുത്തത്. ഞങ്ങളുടെ ഗതികേടാണ് അതൊന്നും. അത് ഞങ്ങളുടെ ഗതികേടാണ്. അവര് പൊന്നിന് ഈ പറമ്പിൽ തന്നെ സ്ഥലം വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൊന്നു ഞങ്ങൾ കൊടുത്തില്ലെങ്കിൽ അപ്പുറത്ത് പാപ്പൻ്റെ ആരുടെ സ്ഥലം ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഫ്രണ്ടിൽ വേറെ ആരും നിൽക്കാണ്ടെങ്കിൽ അത് ചോദിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ പിന്നെ എന്തുകൊണ്ട് പിന്നെ എൻ്റെ ഒരു മനസ്സിലൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് അത് ഇങ്ങനെ നടക്കും ഒന്നുമില്ല, നമ്മൾ ചിന്തിക്കുന്നത് ഒന്ന് നടക്കണമെന്ന് ലൈഫിൽ വേറെ ഒന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നു നാളെ എന്തെങ്കിലും എനിക്ക് വന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ഇവിടെ 2 ചെറുവരുണ്ട്. അപ്പോൾ ബാക്കിലൊരു ചേച്ചിയും ചേട്ടനും കൊണ്ട് അവരുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പായിട്ട് കാശ് കൊണ്ടൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല കേട്ടോ. അവരെ നിയന്ത്രിക്കുക ഒരാൾ, അവരെ നോക്കുക ഒരാൾ, ഉത്തരവാദിത്തം ആൾക്കാർ, അതാണ് നമ്മൾ കൂടുതൽ ഉദ്ദേശിച്ചത് കേട്ടോ, വേറെ ഒന്നുമല്ല. അല്ലാണ്ട് ഷെബീനെ അവിടുന്ന് വിളിച്ച് വരുത്തിയോ അവരുടെ വീട്ടിൽ കയറ്റാത്തതുകൊണ്ടാണ്. അല്ലാണ്ട് ഇന്ന് അവരെ വീട്ടിലേക്ക് കയറ്റാൻ നമുക്ക് ഒരു പിണക്കോ ഒരു പ്രശ്നവും ഇല്ല. എന്ന് വെച്ചാൽ അച്ഛനും അമ്മയുടെ മാറ്റാണ്. അച്ഛനും അമ്മയ്ക്ക് സ്വീകരിക്കും. അപ്പോൾ ഞങ്ങൾ അവരെ പ്രശ്നം വന്നു, ഞങ്ങൾ അവരെ ഒഴിവാക്കി. ഇപ്പോഴൊരു കാലഘട്ടം വരുമ്പോൾ എനിക്ക് എൻ്റെ മക്കളിലാണ് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള എൻ്റെ തിരിച്ചറിവാണ് അവരെ ഞാൻ സ്വീകരിച്ചത്. അതല്ല അച്ഛനമ്മമാരുടെ മനസ്സിലുണ്ടായുള്ളൊന്നുമില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് എൻ്റെ മക്കളിന് ഒരു പരിധി കഴിഞ്ഞ് കാണാണ്ടിരിക്കാറില്ല. ദേഷ്യം വന്ന് അവരടിക്കും, കുത്തും, ചീത്ത പറയുകയൊക്കെ ചെയ്യാറുണ്ട്. അല്ലാണ്ട് ഞാൻ അത് ഏറ്റവും നല്ല അമ്മ ഞാനെന്നല്ല. പക്ഷെ അവരില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് അതെൻ്റെ ഒരു സത്യമാണ്. എനിക്ക് എൻ്റെ മക്കളെ എപ്പോഴും എൻ്റെ കൂടെ വേണം. മറ്റെന്തിനേക്കാളും കൂടുതൽ ഞാൻ കൂടുതലും എൻ്റെ ഫാമിലിനെയാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ഇത് കടബാധ്യത ഉണ്ടെന്ന് വെറുതെ പറയുന്നതാണോ അതാണ് ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടാണ് മേടിക്കണ്ട പറ. ഇതുപോലെ ഒരിക്കലും എനിക്ക് അസുഖം വന്നപ്പോൾ ഒരാൾ കാശ് സഹായിക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ വേണ്ട, ഇപ്പം ഉള്ളത് വിറ്റിട്ട് പിടിച്ചിട്ട് ഞാൻ ചികിത്സിക്കണം, എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ ഞാൻ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും നമ്മൾ തന്ന ആളിനെ ഇതാക്കാൻ പറ്റാതെ ഞാൻ എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ ഞാൻ ചോദിക്കും. അങ്ങനെ കാശിന് ആർത്തിയുള്ള ഒരാളാണ് എനിക്ക് അന്ന് ആൾ എന്നോട് എത്രയും പ്രാവശ്യം വന്നു, ചേച്ചി കാശ് മേടിക്കുക ചേച്ചിക്ക് ആയിട്ട്. അപ്പം വേണ്ട, മനസ്സിലായോ. പിന്നെ സ്ഥലമാണ് മക്കളെ, ഇത് വഴിയിൽ ഫുട്പാത്തിൽ കൊണ്ടിട്ട് വിൽക്കാൻ വേണ്ടാൻ പറ്റും ആൾക്കാരോട്. നമ്മൾ കുറേ ആൾക്കാരോട് പറഞ്ഞിട്ട് വിൽക്കാൻ വെക്കാന്ന്. നമുക്ക് സ്ഥലത്തിന് ആൾ വരും. പിന്നെ സ്വർണ്ണാണെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ ആൾക്കാർ ഉണ്ടാവും. നമുക്ക് ഈ കുറച്ച് സ്ഥലമൊക്കെ ഇപ്പൊ എല്ലാവർക്കും വീട് പണിയുമ്പോ 10 സെന്റിന് വേണം, ചോദിച്ചു കഴിഞ്ഞാണ്ടല്ല 10 സെന്റിന് വേണം. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അല്ലാണ്ട് ഇപ്പൊ നിങ്ങളെ പറ്റിച്ച് ഞങ്ങൾക്ക് അതിൽ എന്ത് നേടാനാ? നിങ്ങൾ അതിന്റെ മറുപടി തന്നു. ഇനി വ്യക്തമായിട്ട് എന്തായാലും ഉണ്ടാവും, ഫോൺ നമ്പർ ഉണ്ടാവും. അപ്പൊ അതിൽ വിളിച്ചാൽ ഒന്നും കൂടി കറക്റ്റ് പറയാം. വീണ്ടും ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് ആൾ തന്നെയാണോ? അല്ല ചിലർക്ക് പ്രാന്തുണ്ട് ഇട്ട ക്വസ്റ്റ്യൻ. പൊന്നു സ്ഥലം മേടിച്ച് ക്യാഷ് മുഴുവൻ നിങ്ങൾക്ക് തന്നു, അതോ അവൾ നിങ്ങളെ പറ്റിച്ചോ? കാരണം പൊന്നുവിന്റെ ഭർത്താവ് പറയുന്നുണ്ട് വീട് പണി എപ്പോൾ വേണേലും തുടങ്ങാമെന്ന്. അപ്പോൾ അവരുടെ കയ്യിൽ റെഡി ക്യാഷ് ഓർ മറയ്ക്കാനുള്ള ക്യാഷും ഉണ്ട്. അപ്പോൾ പിന്നെ അവൾ നിങ്ങളെ എന്തുകൊണ്ടാണ് ക്യാഷ് തരാതെ പറ്റിക്കുന്നത്? ആ സ്ഥലം ചുളവിൽ അടിച്ചെടുക്കാൻ വേണ്ടിയാണ് ചേച്ചി തന്ന് പറയുന്നുണ്ട്. ചേച്ചിയെ ഏറ്റവും നന്നായി മനസ്സിലാക്കണം മോൾ പൊന്നുവാണെന്ന്. അപ്പോൾ ആ അമ്മയുടെ അച്ഛൻ്റെ ബാധ്യത അറിയാവുന്ന പൊന്നു തരാനുള്ള ക്യാഷ് തന്നു. എന്തുകൊണ്ടാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തത്? അത് എല്ലാം വീഡിയോയ്ക്ക് വേണ്ടിയുള്ള നാടകമാണ്. ബർത്ത്ഡേ ആനിവേഴ്സറിയിലൊക്കെ ഡയമണ്ട് ഗോൾഡ് ഗിഫ്റ്റായി ഷെബിൻ പൊന്നുവിന് കൊടുക്കുന്നുണ്ട്. ആ സ്ഥലത്തിൻ്റെ ക്യാഷ് മാത്രം ഇല്ല. അതെന്താ ചേച്ചി അങ്ങനെ? അപ്പോൾ ഇതിനുള്ളൊരു മറുപടി ഞാൻ തരാം കേട്ടോ. എല്ലാത്തിനും മറുപടി തന്നെ വേണ്ടി ഞങ്ങളുടേതായ സംബന്ധിച്ച കാര്യത്തിലാണ് ഞാൻ മറുപടി തരാം. അവരിൽ ഒറ്റടി ക്യാഷല്ല, അവരും അയിമന്ന് എന്തെങ്കിലും ലോണോ കാര്യങ്ങളോ എടുത്തിട്ട് തന്നെയാണ് അവരും ആ വീട് പണിയാൻ നിൽക്കുന്ന സ്ഥലത്തിൽ. അതെന്താ വെച്ചാൽ വീട് പണിയാണെങ്കിലും അച്ഛൻ്റെ പേർക്ക് പണിയാന്ന് വെച്ചാൽ സ്ഥലം കാശ് കിട്ടാതെ നമുക്ക് കൊടുക്കാത്ത നമുക്ക് കൊടുക്കണോണ്ട് കുഴപ്പമില്ല. അവരതുപോലും അല്ല, അച്ഛൻ്റെ സ്ഥലത്ത് തന്നെ നമുക്ക് വീട് കെട്ടി പണിയാം. അങ്ങനെ വേണ്ട. എന്താ വെച്ചാൽ നമ്മൾ തമ്മിലുള്ള ഒരു വിശ്വാസമാണ് അത്. മനസ്സിലായ? പിന്നെ എന്താ പറഞ്ഞത്, അമ്മേനെ കൂടുതൽ ഞാൻ എൻ്റെ മക്കളെ മനസ്സിലാണ്, മക്കളെ എന്നെയും മനസ്സിലാക്കുന്നുണ്ട്. മക്കൾക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ലൈഫ്, നമ്മൾ അമ്മമാരെ എപ്പോഴും ചിന്തിക്കണമല്ലോ, മക്കളെല്ലാം ചിന്തിക്കണമെന്നില്ല. അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ട്. പിന്നെ ഞങ്ങൾക്കൊന്നും അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അവരുടേത് നമ്മൾ മേടിക്കുക എന്നുള്ളത് അത് ന്യായമല്ലല്ലോ. ഇപ്പോഴും 1000 2000 എനിക്ക് ടൈറ്റാന്ന് ഞാൻ കട മേടിക്കാറുണ്ട് മക്കൾ, മനസ്സിലായ? അത് കടമായിട്ട് ഞാൻ മേടിക്കാറില്ല. അല്ലാണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ കാശിന് ടൈറ്റായിട്ട് ഞാൻ 2-3 മാസം വൈകിട്ടാണ് ഞാൻ പോയത് തന്നെ. അപ്പോൾ പോലും എൻ്റെ മക്കളെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. 2 പെൺകുട്ടികളും യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം വരുമ്പോൾ 2 ആളിലേന്ന് വിളിച്ചില്ല. അവരാണ് അമ്മ പോവാം, അമ്മ അത് ചെരുപ്പ് അവരാണെങ്കിൽ എന്തെങ്കിലും അമ്മയ്ക്ക് അതെന്താ വേണ്ട. ഇപ്പോൾ എൻ്റെ ചെരുപ്പ് വേണം കഴിക്കുക. അപ്പോൾ എന്നിട്ട് കുഞ്ഞിരിക്കുന്നത് നമ്മുടെ ചെരുപ്പിൻ്റെ സൈസ് ഞാൻ വേണ്ട,
എനിക്കുള്ള ചെരുപ്പില്ല, അത് ഞാൻ എപ്പോഴെങ്കിലും മേടിച്ചുകൊണ്ട്, അത് നീയായിട്ട് മേടിച്ച്. അത് ഞാൻ എന്തിനാ അവർക്ക് നമുക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല, പിന്നെ അവരുടെ നിന്ന് അവരെ സമ്പാദിച്ച് നമ്മൾ കൈയിട്ട് വാങ്ങുന്നത് എന്തിനാ? അവർക്ക് തന്നെ അവരുടെ 100,000 പ്രശ്നങ്ങളും കാര്യങ്ങളും, അത് നേരിട്ട് കാണാൻ ഞാനല്ലേ. പിന്നെ പൊന്നൂന് ഷെബി ഡയമണ്ടും കൊടുക്കുന്നത് ഒറ്റയടിക്ക് പോയിട്ട് അവൻ ഡയമണ്ടിൻ്റെ കാശ് കൊടുത്തിട്ട് മേടിച്ചുകൊണ്ടിരുന്നതല്ല. അവ ആ ജ്വല്ലറിയിൽ ഫീൽഡിൽ നിന്നിരുന്ന ആളാണ്. അപ്പോൾ ആ ജ്വല്ലറിയിലെ കുറിയിൽ അവൻ ഉണ്ടാവും. അപ്പോൾ 1,000-2,000 അവൻ്റെ ഉള്ളപ്പോൾ അവ അതിലിട്ടിട്ടിട്ടാണ്. ഇപ്പോൾ ഈ 1,000-2,000 എനിക്ക് തന്നുകൊണ്ട് എൻ്റെ സ്ഥലത്തിൻ്റെ കാശാവുമോ? ഇല്ല. അപ്പോൾ അവൻ്റെ തന്നെ 500-1000 അവൻ്റെ നിന്ന് ശേഖരിക്കുന്നവരെ കുറിയിലിട്ടിട്ടാണ് അവൻ്റെ ഭാര്യയ്ക്ക് ഡയമണ്ടും കാര്യങ്ങളും. അത് കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോൾക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല, അപ്പോൾ അവനത് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുന്നത്. മനസ്സിലായ? അവർ തരട്ടെ, അവർ കുഞ്ഞു മക്കൾ. 2 കൂട്ടരും കൂടി തല്ലുകൂടി കാണാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് തൽക്കാലം ഇപ്പൊ സമയമായിട്ടില്ല. അല്ല, മനുഷ്യാവസ്ഥ പറയാൻ പറ്റില്ല. പറയാൻ പറ്റൊന്നുമില്ല. എന്തോന്നാ വിശക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ എന്റെ മറുപടി കറക്റ്റ് ആയില്ലേ? നാളെ കുണുക്ക വലുതാ. ഇതാണ് മണ്ട ക്വസ്റ്റ്യൻ. 1 2 ഒന്നിനൊക്കെ ചീന്തി വരിക കേട്ടോ ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം 1 നാളെ കുണുക്കൻ വലുതായി ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ആ കുട്ടിയോട് താല്പര്യം ഇല്ലെങ്കിൽ കല്യാണം നടത്തി കൊടുക്കുമോ? ഇനി ആ പെൺകുട്ടിയുടെ വീട്ടുകാർ വിവാഹത്തെ എതിർത്താൽ കുണുക്കൻ ആ പെൺകുട്ടിയെ വിവാഹം ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നാൽ ആ കുട്ടിയെ എവിടെ വെച്ച് പോയി, എൻ്റെ കൈ കൊണ്ട് തട്ടിയിട്ട് അങ്ങനെ പോയി. വിവാഹം ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ കയറ്റുമോ? കുറച്ചു നാൾ കഴിഞ്ഞു പെൺകുട്ടി അവളുടെ വീട്ടുകാരുമായി സെറ്റായി കുണുക്കനുമായി അങ്ങോട്ട് പോകുന്നു. നിങ്ങൾ അവഗണിക്കുകയും അവർ സ്വന്തം ചിലവിൽ കല്യാണം നടത്തി പോലും കുത്തിപ്പറച്ചിൽ വന്നാൽ ചേച്ചിയുടെ ഭർത്താവിൻ്റെ നിലപാട് എന്തായിരിക്കും? ഏത് വഴിക്കുന്നു വന്ന ക്വസ്റ്റ്യനാണ് അറിയില്ല. ഏത് വഴിക്കുന്നായാലും സത്യം പറഞ്ഞ ഇപ്പത്തെ അവസ്ഥയില് ഇപ്പൊ കുണുക്കന്റെ കല്യാണം യോഗം ഉണ്ടാവും നമുക്ക് തോന്നുന്നു. ഞങ്ങൾ ആ സമയമൊക്കെ ആകുമ്പോഴേക്കും പുകഞ്ഞ് പൂപ്പത്തെ ഞങ്ങളുടെ കണ്ടീഷനില് ഞങ്ങൾ അവിടെ വരയ്ക്ക് ഒന്നും എത്തില്ല. അവിടെ വരെ എത്തുള്ള ആഗ്രഹമില്ല ഞങ്ങൾക്ക്. അവനല്ലേ കുണുക്കനും കുണുക്കിക്ക് ഒരു 10-18 വയസ്സ് അവിടെ വരെ ജീവിക്കാൻ. അതുവരേക്ക് അമ്പലത്തിന്റെ നടയുടെ മുന്നിലാണ് ഈ വണ്ടി എടുക്കുന്നത്. ശരിക്കും അമ്പല നടയുടെ മുന്നിൽ എടുക്കുമ്പോൾ ഞാൻ പറയാം, അതുവരെ എൻ്റെ വിഘ്നേശ്വര വിഘ്നങ്ങളൊന്നും ഇല്ലാണ്ടാണ് പോയാൽ മതി. എന്ന് വെച്ചാൽ അത് എനിക്ക് വേണ്ടിയിട്ടല്ല. എനിക്കിപ്പോൾ ഈ നിമിഷം മരിക്കാൻ പേടില്ല. എന്ന് വെച്ചാൽ മരിച്ച കടബാധ്യത ഒന്നുമില്ല, സമാധാനമായിട്ട് ആ അവസ്ഥയ്ക്ക് പോകാൻ. ലോണും വേണ്ട, EMI വേണ്ട, അങ്ങനെ സമാധാനത്തിൽ ജീവിക്കാനൊന്നും ഞാൻ ചിന്തിക്കുള്ളൂ. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എനിക്കിപ്പോൾ ഇവിടെ നിന്ന് മരിച്ചു പോകുമ്പോൾ ആകെ ഉള്ളത് അച്ഛനും 2 മക്കളെ ആലോചിച്ചു. എന്ന് വെച്ചാൽ ബാക്കി 2 സേഫായിട്ടുള്ള ആൾക്കാരുടെ കൈകളിലാണ് ഇതുവരെ. നാളെ എന്ത് നമുക്കറിയാം. ഈ നിമിഷം സേഫായിട്ടുള്ള 2 കൈകളിലാണ് ഇപ്പോൾ അവരിയ്ക്കുന്നത്. അപ്പോൾ കുണുക്കൻ്റെയും ഞാൻ പറയാം, അവരുടെ ഒരു ഒറ്റയ്ക്ക് പഠിച്ച് അവനവൻ്റെ സ്വന്തം കാര്യം ചെയ്യാറാവണ ആ ഒരു നിമിഷം വരെ എനിക്ക് ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് ദൈവം അനുഗ്രഹിച്ച് തരാണെങ്കിൽ തെറ്റാ. അപ്പോൾ കല്യാണ ജീവിതത്തിൽ ഇനി ഉണ്ടെങ്കിൽ ദൈവം അങ്ങനെ കണ്ണ് തെറ്റി ഞങ്ങളോട് എവിടെയുണ്ടെങ്കിൽ അവൻ സ്നേഹിച്ച ഒരു പെൺകുട്ടി അവനെ തിരിച്ച് സ്നേഹിക്കാനും കാശോ പദവിയോ സൗന്ദര്യമല്ല, അവനെ സ്നേഹിക്കാനും അവനെ കൊണ്ടു നടക്കാനും കഴിവുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ ആ കല്യാണം സമ്മതിക്കും. പിന്നെന്നാണ് നമ്മൾ സമ്മതിക്കാണ്ട് ആവാന്ന് പറയുമ്പോൾ, പക്ഷേ ഇപ്പം എൻ്റെ മോനെ ചതിക്കാനാണ് ഒരു പെൺകുട്ടി വരുന്ന ഒരു ചതിയുടെ ഒരു ഇതാണ് നമ്മൾ ധിക്കരിക്കും, അച്ഛനും അമ്മയും ധിക്കരിക്കും. പിന്നെ ഇനിയിപ്പം നാളെ അവൻ കല്യാണം കഴിക്കാൻ ഒരു പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടു എന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ അവൻ്റെ ഒരിക്കലും അവൻ്റെ കുടുംബക്കാരെ അറിയാണ്ട് ആ പെൺകുട്ടീനെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരില്ല. അതാണ് ഒന്നാമത്തെ അനുഭവമാണല്ലോ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ അവൻ ആ പെൺകുട്ടീനെ കല്യാണം കഴിക്കണം, ആ പെൺകുട്ടീനെ വേണം ലൈഫിൽ എന്ന് അവൻ തീരുമാനിച്ചെങ്കിൽ അവരുടെ വീടിൻ്റെ മുറ്റത്ത് അന്തസ്സായി പോയി നിന്നിട്ട് ആ കുട്ടീനെ വിളിച്ചിറക്കൊണ്ടും ആ പേരൻസിൻ്റെ മുന്നിൽ വെച്ചിട്ട്. ഒരിക്കലും നമ്മൾ മക്കളെ കാണാണ്ട് ആ ഒരു അവസ്ഥ ഞാൻ അനുഭവിച്ചിട്ടില്ല. ഒരിക്കലും നമ്മളൊരു നിമിഷം കൊണ്ട് എഴുതിച്ചുറങ്ങി കഴിയുമ്പോൾ മോളെ ഉള്ളിടത്ത് കാണേണ്ടവരെയും നമ്മൾ പുറത്ത് പോയി വരുമ്പോൾ മോളെ ആ ഒരു അവസ്ഥ ഒരിക്കലും ഒരു പേരൻസിന് വരെ നമ്മൾ ഇതാക്കരുത്. അവിടെ പോയി നിൽക്കുക. അവർ കല്യാണം സമ്മതിച്ചില്ലെങ്കിൽ അവരോട് മാന്യമായതിൽ ചോദിക്കും, നമ്മൾ മോളെ കെട്ടിച്ചേരൂ എന്ന് ചോദിക്കും. അപ്പോൾ തന്നില്ലെങ്കിൽ
നമ്മൾ അവരെ വീണ്ടും മുറ്റത്തോട്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ കമന്റ് ഇട്ട ആൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ദുരിതാസം ഉണ്ട്. അപ്പൊ അതൊക്കെ ഏത് തരത്തിലുള്ള ഉദ്ദേശമുള്ള പറഞ്ഞു. അപ്പൊ ഇറങ്ങി പോവാൻ ഇറക്കി കൊണ്ടുവരാൻ ഉദ്ദേശം. മോൻ ഭാര്യ വീട്ടുകാരായി സെറ്റായി അങ്ങോട്ട് പോയാൽ അവൻ, ഞാൻ പറയട്ടെ, അവൻ കല്യാണം കഴിച്ചാൽ ഭാര്യ വീട്ടുകാരെ അവനെ സ്നേഹിക്കണം, അവന് സപ്പോർട്ട് ചെയ്യണം, അവന് താങ്ങായിട്ട് ആ ഒരു കുടുംബക്കാർ കൂടി വേണം എന്നാണ് ഞാൻ ചിന്തിക്കുക. എന്തുകൊണ്ടാണെന്ന് അറിയോ, ഒരു വീഴ്ച വരുമ്പോൾ നമ്മളെ കൈ പിടിച്ച് കയറ്റാൻ ആരൊക്കെ ഉണ്ടാവാന്ന് അറിയില്ല. നമുക്കത് സാമ്പത്തികമാവാം, കാശാവാം, ഏത് രൂപത്തിലാവാം. അപ്പം നമുക്ക് രണ്ട് കുടുംബക്കാർക്കും നല്ല സ്നേഹം. പിന്നെ എൻ്റെ മോൻ എന്നെ വിട്ടുപോകാൻ ഞാൻ ഒരിക്കലും കാരണക്കാരി ആവില്ല. മനസ്സിലായോ? എൻ്റെ മക്കളുടെ ജീവിതം അവർ ഹാപ്പി ആയിട്ടും പരമാവധി വീട്ടിലിരിക്കുന്നത് ഞാൻ പരമാവധി ഞാൻ ശ്രദ്ധിക്കും. അവരെ ഹാപ്പി ആക്കി ഇരുത്താനും അവരുടെ ജീവിതത്തിന് ഫ്രീഡം കൊടുക്കാനും ഞാൻ ശ്രദ്ധിക്കും. നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ വേണമെന്നുള്ള തെളിവാണ് എൻ്റെ 2 മക്കളും പോയവർ വന്നു, അവരിപ്പോഴും എൻ്റെ കൂടെ ഉള്ളത്. മനസ്സിലായോ? അത് ഞാൻ ഇവിടെ കൂടുതലും മരുവോളെന്നാണ് എൻ്റെ വൈകുന്നേരം. എൻ്റെ മോനും മരുവോളെന്ന് വരുന്നത് പൊന്നര. ഇതിപ്പോൾ അമ്മയ്ക്കും മരുവാനല്ലേ മോൻ. അപ്പം ഞങ്ങളൊന്നും അത് മോളുടെ പുറത്ത് അങ്ങനൊന്നുമില്ല. അപ്പം നാളെ അത് പൊന്നുൻ്റെ കുഞ്ഞിൻ്റെ കുണുക്കൻ്റെ പെണ്ണ് വന്നാലും ഷേബിനും പൊന്നിങ്ങനെ കുഞ്ഞിനും അച്ഛനും ഇങ്ങനെ അതേപോലെ പോവും. മനസ്സിലായോ? നമ്മൾ അവരുടെ ലൈഫിലേക്ക് അനാവശ്യമായിട്ട് തലയിട്ട് പോകാൻ ഒന്നിലേക്ക് ഞങ്ങൾ പോയില്ല. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കാലഘട്ടത്തിൽ എനിക്ക് എൻ്റെ ഭർത്താവിന് വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ടോ കാരണം ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടുകാരുടെ എനിക്ക് ഫുൾ സപ്പോർട്ടും കാരണം. പിന്നെ എൻ്റെ അമ്മ പോയി, അങ്ങനെ പോയി. പിന്നെ ലൈഫിൽ നിന്ന് എല്ലാം മാറിയത്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരാണ് ഞങ്ങളുടെ സപ്പോർട്ട്. അപ്പോൾ നമ്മളെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകേണ്ടി വരും. അപ്പം അതുപോലെ നമ്മൾ ജീവിക്കാൻ ഇതുപോലെയൊക്കെ വേണമെങ്കിൽ എൻ്റെ മക്കൾ എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ എന്നും ചിന്തിക്കും. എന്നെ വിട്ടുപോകാണ്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കും. അവർക്ക് പരമാവധി അതിൻ്റെ ഫ്രീഡങ്ങളോ കാര്യങ്ങളോ അവരുടെ ലൈഫിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾക്കോ ഞാൻ പലപ്പോഴായാലും കുഞ്ഞിനായാലും അച്ചുവായാലും വേണമെങ്കിൽ അല്ലെങ്കിൽ പൊന്നും ഷെബിയായാലും വേണമെങ്കിൽ ഇവരുടെ ലൈഫിൽ ഒന്നിലേക്ക് ഞാൻ ഇടപെടാറില്ല. അവർ തല്ലോട്ട് ഈ ശബ്ദം കുറച്ച് ഉയരുമ്പോഴാണ് ഞങ്ങൾ പോയി നോക്കുക, എന്തത് മതി നിർത്തുക എന്ന് പറയാം. തലണ്ടാക്കല്ലേ പൊന്നു മിണ്ടല്ലേ, അങ്ങനെ പൊന്നു പരമാവധി ഒരു അക്ഷരം തന്നെ ഇതാക്കാറില്ല, മിണ്ടല്ലേ എന്ന് പറയാം. അപ്പം അങ്ങനെ പറയേണ്ട സാഹചര്യം വന്നിട്ടില്ല. അങ്ങനെ ചെറിയ അത് നമ്മളതോടെ അല്ലാണ്ട് ഞങ്ങൾ ഇപ്പോൾ അവരുടെ ലൈഫിൽ ഒരു അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ അതിന് ഇപ്പം നാളെ കുഞ്ഞിനെ കൊടുക്കേണ്ട പെണ്ണ് വന്നാലും. അപ്പോൾ എത്താൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അവളിൽ തന്നെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും കടബാധ്യത വന്നത്? മക്കളെ ഒന്നും നിങ്ങൾ സ്ഥലം വിറ്റ് വിവാഹം ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ബാധ്യത ഒക്കെ ആ സ്ഥലം വിറ്റ് പൈസ കിട്ടിയാൽ തീരുമല്ലോ. പിന്നെയും എന്തിനാണ് നിങ്ങൾക്ക് കടമുണ്ട് ബാധ്യത ഉണ്ട് എന്നൊക്കെ വീഡിയോയിൽ പറയണേ. വിൽക്കാൻ ഇട്ട സ്ഥലം വിറ്റ് ബാധ്യത തീർക്കാൻ പാടില്ലേ? സ്ഥലമല്ലേ ചേച്ചി, തോളത്ത് വെച്ചിട്ട് സ്ഥലമുണ്ട് എന്ന് കൊണ്ട് നടക്കാൻ പറ്റുമോ? എനിക്ക് ആൾ വരണ്ടേ? സ്വർണ്ണമാണെങ്കിൽ നമുക്കൊരു വിഷയമില്ല, ജ്വല്ലറി കൊണ്ട് വിൽക്കാൻ കാര്യാശം കടബാധ്യത വിട്ടുക. ഞാൻ വേണ്ടേ? എൻ്റെ ഭർത്താവ് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ലാസ്റ്റ് ആയിരിക്കണം ഞാൻ സ്വർണ്ണം പണയം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് അണിഞ്ഞ് നടന്നാലേ എനിക്കൊരു കല്യാണത്തിന് പോകണ്ടാണ്. അത് ഇട്ടാലേ എനിക്ക് സമൂഹത്തിന് മുന്നിലേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് ഈഗോയിലിരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. കടങ്ങളില്ലാണ്ട് സമാധാനത്തിൽ ഇരിക്കാൻ വേണ്ടിയാണ് ഏറ്റവും നല്ലത് അതാണെന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ്. പിന്നെ കടബാധ്യത എങ്ങനെ വന്നിരുന്നു അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മക്കളെ കല്യാണം കഴിച്ചു വിടണമെന്നില്ല ഒരു കടബാധ്യത. അതായത് ഈ മനുഷ്യൻ 1998 എന്നെ താലി കെട്ടി കല്യാണം കഴിച്ചത്. അപ്പം അതിന് കല്യാണം കഴിഞ്ഞ് വന്നൊരു അതിനായിട്ട് ഗൾഫിൽ പോയി 45 ദിവസം കഴിഞ്ഞ് ഗൾഫിൽ പോയപ്പോൾ ഒരു 45 ദിവസം കഴിഞ്ഞ് ഗൾഫിൽ പോയിട്ടൊരു കുറച്ചാൾ ഒരു 2-3 മാസം കഴിയുമ്പോഴാണ് എൻ്റെ വീടിന് ജപ്തി വന്നത്. എൻ്റെ വീടിൻ്റെ ജപ്തി ഒഴിവാക്കിയത് അന്ന് ഈ മനുഷ്യനായിരുന്നു. അന്ന് അവിടെ വെറും ഹെൽപ്പറായിട്ടാണ്, ഡ്രൈവർ വെള്ളവണ്ടിയിൽ ഹെൽപ്പറായിട്ടായിരുന്നു അന്ന് ഇയാൾ ജോലിക്ക് പോയിരുന്നത്. അന്ന് എൻ്റെ വീടിൻ്റെ ജപ്തി ഒഴിവാക്കുക മാത്രമല്ല, അന്നത്തെ കാലത്ത് എന്താ പറയുക, പെട്ടെന്ന് നമുക്കിങ്ങനെ പതർച്ച വരും. അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്കും എൻ്റെ അനിയത്തിയും വീട്ടിലുണ്ടായിരുന്നു, അച്ഛനില്ല വീട്ടിൽ. എൻ്റെ അമ്മയും ജോലിക്കോ കാര്യങ്ങളോ ഒന്നും പോയിരുന്നില്ല. അങ്ങനെ ശീലമുള്ള ഒരു അമ്മയല്ല. ഗൾഫിൽ പോയി, അത് 45 ദിവസം കഴിഞ്ഞ് ഗൾഫിൽ പോയി മനുഷ്യൻ പിന്നത്തെ മാസം തൊട്ട് കാശ് അയക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അനിയത്തിക്കും ജീവിക്കാൻ വേണ്ടിയുള്ള കാശാണ്. എത്ര വർഷം അയച്ചു കൊടുത്തിട്ടുണ്ടാവും വേണ്ടിയിട്ട്? അയച്ചു കൊടുത്തതിൻ്റെ കണക്കല്ല,
ഒരാളെ സമ്പാദിക്കാൻ ഒരു ഹെൽപ്പർ ജോലിക്ക് പോയിട്ട് മാസം 3000 വെച്ചിട്ട് എൻ്റെ വീട്ടിലെ ചിലവിന് അനുവേട്ടനെ കൊടുത്തേന്ന്. അനുവേട്ടന് അവിടെയും കൊടുക്കണം, അനുവേട്ടൻ്റെ വീട്ടിലും കൊടുക്കണം, എനിക്ക് ഈ എഴുത്തെഴുതാനും എൻ്റെതായ ആവശ്യങ്ങളുള്ള കാശ് 3 ആൾക്കാരുടെ എല്ലാ മാസം വെച്ച് കാശ് വയ്ക്കണം. അനുവേട്ടൻ്റെ ചിലവ് അവിടെ കഴിയണം. പിന്നെ ആൾ എന്താണ് സമ്പാദിക്കുക? അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ കുട്ടികളില്ല എന്നുള്ള ഒരു 4 വർഷമൊക്കെ ആയിട്ടും പ്രഗ്നൻ്റ് ആവാണ്ടായപ്പോഴേക്കും മറ്റുള്ളവർ കുട്ടികളുണ്ടാവില്ല. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് പിന്നെ അതിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് ഇങ്ങനെ നടന്നു. അപ്പോൾ കുറച്ച് കാശ് ആണല്ലോ കുട്ടികളില്ലാത്തതിൻ്റെ ചികിത്സയുടെ കാശ് അതങ്ങനെ പോയി. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് പൊന്നൂനെ ഗർഭം കിട്ടണത്. പൊന്നൂനെ വിശേഷം കിട്ടി. ആഴ്ചയിൽ അന്നത്തെ അത് എത്ര രൂപയുടെ ഇഞ്ചക്ഷൻ ആഴ്ചയിൽ വിശേഷം കിട്ടിയിട്ട് അല്ല ഒരു 3-4 മാസം വരെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ജോൺസന്റെ ഭാര്യ ഇഞ്ചക്ഷൻ അടിച്ചിരുന്നു വീട്ടില്. അപ്പോൾ അങ്ങനെ വിശേഷം കിട്ടിയതിന് അവിടെ നിന്ന് അങ്ങോട്ട് കാശ് ചെലവാണ്. അത് കഴിഞ്ഞു 7-ാം മാസത്തിലെ ചടങ്ങ് വന്നു. 7-ാം മാസത്തിലെ ചടങ്ങ് ചെയ്യാനും കയ്യിൽ കാശില്ല എൻ്റെ വീട്ടിൽ നിന്ന് ചെയ്യാൻ. എനിക്ക് അച്ഛനോ ആങ്ങളമാരോ ആരുമില്ല. 3000 മാസം എൻ്റെ അമ്മയ്ക്ക് ചിലവഴിച്ചു തുടങ്ങണം. അപ്പോൾ ഒരു 3000 ആണെങ്കിൽ അന്നത്തെ ആൾക്ക് വീട്ടിൽ സുഖമായിട്ട് ചിലവ് കഴിയട്ടെ. അതറിയുള്ളൂ. ഒരു 3000 ഇന്നത്തെ 3000 അല്ല, 27 വർഷം മുന്നത്തെ 3000 രൂപ ഒരു കുടുംബ ചിലവ് സുഖമായിട്ട് കഴിയും കേട്ടോ. ഒരു അമ്മയുടെയും ഒരു 10 വയസ്സുള്ള ഒരു കുട്ടീനും. അവൾക്ക് പഠിക്കാനുള്ള കാശ് ചിലവാക്കിയതും അവൾക്ക് എന്തെങ്കിലും പഠിക്കാനും കാര്യങ്ങളൊക്കെ അന്നും വിളിച്ചു ചോദിക്കും, ചേട്ടൻ എനിക്ക് ഫീസ് അടയ്ക്കണം, ഇങ്ങനെയാണ്. അപ്പോഴും ഈ ആൾ തന്നെയാണ് ആൾക്ക് അനിയത്തിക്ക് കാശ് കൊടുത്തതും ആളുടേതായ കാര്യങ്ങൾ നോക്കിയതും. ആൾക്ക് ഒരു ഓണോ വിഷുവോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ആൾ ചിന്തിക്കണേക്കാളും അപ്പുറമാണ് ഞങ്ങളോട് പറ്റണ പോലെ ഒരു ഡ്രസ്സോ കാര്യങ്ങളോ അവൾക്ക് എടുത്തു കൊടുക്കലും. അത് സന്തോഷത്തോടെ തന്നെ ചെയ്യുന്നത്. 10 വയസ്സിൽ അച്ഛനുണ്ടായപ്പോൾ നമുക്ക് അവൾക്ക് ആ ഒരു ഫീൽ വന്നതെന്ന് വെച്ചിട്ട് തന്നെയാണ് ആ ഒരു സ്ഥാനത്ത് തന്നെയാണ് ഈ ഏട്ടൻ അന്ന് നോക്കിയത്. ഇന്ന് ഈ ഏട്ടൻ്റെ പുച്ഛിക്കാന്ന് പറയണൊക്കെ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അത് നമുക്കൊരു വിഷയം നമുക്കാരാണ് നാം ആരാന്ന്. അത് കഴിഞ്ഞ് 7-ാം മാസത്തിലെ ചടങ്ങ് ചെയ്യാൻ എൻ്റെ വീട്ടിൽ നിന്ന് കാശില്ല. അപ്പോഴും അനുവേട്ടനാണ് 7-ാം മാസത്തിലെ ചടങ്ങ് ചെയ്തതും കാര്യങ്ങളും ചെയ്തതും. അപ്പോൾ ഈ സമ്പാദ്യത്തിൻ്റെ കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് വയറ് കാണാൻ വീട്ടിൽ നിന്ന് വരണം. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വയറ് കാണാൻ വേണ്ട കാശ് വീട്ടിലേക്ക് അമ്മയ്ക്ക് അയച്ചോണ്ടും അവിടുന്ന് വയറ് കാണാൻ വേണ്ട കാശ്. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചിലവെന്ന് വെച്ചാൽ അന്ന് പൊന്നൂന് 24 വയസ്സായി. പൊന്നൂര് മഞ്ഞപ്പിത്തം കൂടി കുട്ടി മരിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓപ്പറേഷൻ പോലെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് പൊന്നൂര് നമുക്ക് തിരിച്ച് കിട്ടിയത്. അപ്പോൾ അന്ന് എത്രയോ 1 ലക്ഷം മേലൊക്കെ ചിലവായിട്ടില്ല. അന്ന് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ 50,000 അല്ലേ എന്നൊന്ന് ബ്ലഡ് മാറ്റുന്നതിന് അങ്ങനെയൊക്കെ ആയിട്ട്. ഞാനൊന്നും ജീവിതത്തിൽ ഇതുവരെ കണക്ക് വെച്ചിട്ടില്ല, കാരണം എനിക്ക് ഒരു പരാതിയില്ല. അപ്പം അത് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഈ വയസ്സ് വരെ എൻ്റെ ശരീരത്ത് 10 ഓപ്പറേഷനുകളാണ് കഴിക്കുന്നത്. 10 ഓപ്പറേഷനുകൾ. എല്ലാ ഓപ്പറേഷനും ഹെവി ആയിട്ടുള്ള ഓപ്പറേഷനുകളാണ്. ഈ ചെവിയൊക്കെ 6 മണിക്കൂറാണ് ഈ ചെവിയുടെ ഒരു ഓപ്പറേഷൻ. ഈ ചെവിക്ക് ഒരു ഓപ്പറേഷൻ കണ്ട കൈയ്യണ്ട, ഇവിടെ സ്റ്റിച്ചാണ്, ഇവിടെ സ്റ്റിച്ച് കണ്ട 2 സൈഡും അങ്ങനെ വലിയൊരു ഓപ്പറേഷൻ. കാലിന് ഓപ്പറേഷൻ, വയറിന് ഓപ്പറേഷൻ, ബ്രസ്റ്റിന് ഓപ്പറേഷൻ. നമുക്ക് ഒരു ഹെൽപ്പർ പിന്നെ 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഡ്രൈവറായി. പിന്നെ കുഞ്ഞിന് അത് കഴിഞ്ഞ് പൊന്നൂൻ്റെ 90 വന്നു. എൻ്റെ വീട്ടിൽ നിന്നുണ്ട് സ്വർണം തരാൻ കാശ് അന്നും അയച്ചു. എൻ്റെ മോൾക്ക് ചെയ്യാൻ അരയിലേക്ക് കാലും വള കാര്യങ്ങളൊക്കെ അന്നും കാശ് അയച്ചു തന്നു. എൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ട് അമ്മോട് പറഞ്ഞു, മോൾക്ക് എന്തെങ്കിലും സ്വർണ്ണം ഇട്, അവൾ 90. ഇവിടുത്തെ എൻ്റെ അമ്മയ്ക്ക് കാശ് അയച്ചു കൊടുത്തിട്ട് ഇവിടുത്തെ അമ്മോട് പറഞ്ഞു, അമ്മ എന്താണ് സ്വർണ്ണം മേടിച്ചു, അമ്മ എല്ലാവരും മുന്നേ നാണം കേണ്ട, അമ്മ അത് ഇട്ടോ പൊന്നിന് ഇട്ടോ എന്നാണ്. അത് കഴിഞ്ഞും അവിടുന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങ് അതും ആളെന്നെ ചെയ്ത്. എൻ്റെ അമ്മ പറഞ്ഞത് ഇന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മയാണ്. പ്രസവിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പാത്രങ്ങൾ സാധനമൊക്കെ ഇറക്കുമ്പോൾ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, ഇറക്കിക്കോ ഇതൊക്കെ എൻ്റെ മോൻ്റെ കാശാണ്. നമ്മളെ കുത്തി പറഞ്ഞതാണ്, നമുക്കറിയില്ല, നമ്മളത് മനസ്സിലാന്ന് അവിടെ ഇരിക്കുക. അത് കാര്യമില്ല. എന്താ വെച്ചാൽ നമ്മുടെ ഓരോരുത്തർക്കും ഓരോ ഗതികേട്ടോ. അങ്ങനെ കേൾക്കേണ്ട ഒരു വ്യക്തിയോ അങ്ങനെ ജീവിച്ചു തന്ന ഒരാളും അല്ല ഞാൻ. പക്ഷെ നമ്മുടെ സാഹചര്യം നമുക്ക് അങ്ങനെ അപ്പോൾ അല്ല നമ്മളെ ഞാൻ ഓർമ്മ വെച്ചു. പിന്നെ എൻ്റെ അച്ഛനൊരു നിറയെ കാശ് കണ്ട് വളർന്ന മോളാണ്. വീട്ടിൽ പണിക്കാരി അങ്ങനെ കുടുംബത്തുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ കേൾക്കേണ്ട ഒരു സാഹചര്യത്തിൽ കേട്ടേ പറ്റൂ. അത് കഴിഞ്ഞു കുറേ നാളായപ്പോഴേക്കും പൊന്നൂനെ പ്രഗ്നൻ്റായി. കുഞ്ഞിനെ പ്രഗ്നൻ്റായിരിക്കുമ്പോഴാണ് ഇതേപോലെ കുഞ്ഞിനെ ഹോസ്പിറ്റൽസും കാര്യങ്ങളും ഒന്നിനും എൻ്റെ വീട്ടിൽ നിന്ന് പറയാൻ ഒന്നുമില്ലല്ലോ. അതെടുത്തിരിക്കുമ്പോഴാണ് എൻ്റെ വീട് വിൽക്കാട്ടിക്കുക. അനിയത്തിനെ കല്യാണം കഴിക്കാണ്ടിട്ട് എൻ്റെ വീട് വിൽക്കട്ടപ്പോഴാണ്
അനിയേട്ടൻ പറഞ്ഞ് വീട് വിറ്റിട്ട് ഒരു അമ്മയും ഞാൻ വെച്ച് വീട് വിറ്റിട്ട് എവിടെയെങ്കിലും ഒരു 3 സെൻറ്റ് സ്ഥലം മേടിച്ചാലും ചെറിയ വീടിൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ അനിയത്തിക്കായിരുന്നു നിൽക്കാൻ വെച്ചപ്പോൾ അനിയേട്ടൻ പറഞ്ഞു വേണ്ട. അങ്ങനെ അമ്മേനെ അനിയത്തിനെ അങ്ങനെ ഒരു വീട്ടിൽ നമ്മൾ പറഞ്ഞയച്ച് കഴിഞ്ഞാൽ ആ നാട്ടുകാർ എന്ത് കാരണത്തിലാണ് ഇങ്ങനെ ഒരു അമ്മയും മോളും ഇവിടെ വന്ന് താമസിക്കുന്നത് അവർക്ക് അറിയില്ല. അവർക്കൊരു സേഫ് അല്ല അങ്ങനെ ഒരു ലൈഫ് ഒരിക്കലും. അപ്പോൾ അവൾ ആ വീട് ഞാൻ എടുക്കാനും അങ്ങനെ അനിയേട്ടനാണ് ആ വീട് ഒറ്റയ്ക്ക് ഇതുവരെ കാശ് കൊടുക്കാൻ നമുക്ക് ബാധ്യതകളായിരുന്നു. മൂത്തേച്ചിക്ക് കുറച്ച് ബാധ്യത ഉണ്ടായിരുന്നു. അത് ഒരു ടൈമിൽ അത് വീട്ടിൽ രണ്ടാമത്തെ ചേച്ചിക്ക് ഒരു ടൈമിൽ ബാധ്യത കുറച്ച് കൊടുക്കണം എന്ന് വെച്ചാൽ ഇതൊക്കെ 10-30 ദിവസം അതൊക്കെ അച്ഛൻ തിരിച്ചെടുത്തു. നിങ്ങളുടെ ഒരു അവസ്ഥ ആകുമ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എൻ്റെ വീട്ടിലപ്പോൾ ഇതൊക്കെ ചേച്ചിമാരെ എടുത്ത സ്വർണ്ണങ്ങൾ ഇതൊക്കെ തിരിച്ച് കൊടുക്കേണ്ടതാണല്ലോ നമ്മൾ കട മേടിച്ചല്ലേ എൻ്റെ അമ്മ. അപ്പോൾ അതൊക്കെ അനിയനാണ് ഓരോ ടൈമായിട്ട് വീട്ടിൽ ഒറ്റയ്ക്ക് വീട്ടപ്പോൾ അനിയനോട് കൂട്ടിയേ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞിട്ടാണ് അനിയത്തിയുടെ കല്യാണം ഉറക്കുന്നത്. ആ സമയത്താണ് ബോറടിക്കണമെന്ന് എനിക്ക് അറിയില്ല. ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ബാക്കി ക്വസ്റ്റ്യൻ ആൻസർ നാളേക്ക് നേടാം. ആ കല്യാണം ഉറച്ച സമയത്തായിരുന്നു നമ്മുടെ കുഞ്ഞിൻ്റെ 90-ഉം ആ കല്യാണം. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ കുറച്ചാളും പിന്നെയാണ് 2 ചേച്ചിമാരെ കടബാധ്യത നമ്മൾ വീട്ടിൽ. പിന്നെ എൻ്റെ കയ്യിൽ കാശ് എടുക്കാനില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ദിവസം രാത്രി 12 മണിയാകുമ്പോൾ ഇങ്ങനെ എടുക്കാൻ ദൈവമേ നാളെയും കൂടി കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ 90 അല്ലേ, അതിനൊന്നുമില്ലല്ലോ, അരിയിൽ കെട്ട സ്വർണ്ണമില്ല, കഴുത്തിലേക്ക് ചെയ്യില്ല, എന്ത് ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കലാണ്ട് ഇങ്ങനെ കിടക്കുക. രാത്രി 12 മണി എടുത്ത് ഉറക്കലാണ്ട് കിടക്കുമ്പോൾ അനിയേട്ടൻ വിളിക്കുകയാണ്. 12 മണിയാകുമ്പോൾ വിളിക്കണു. അപ്പോൾ ഞാൻ ഫോൺ എടുത്ത് എന്താ വെച്ചാൽ ഉറങ്ങിയില്ലേ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇല്ല ഉറങ്ങിയില്ല. എല്ലാവരും ഉറങ്ങി, ഞാൻ മാത്രം ഉറങ്ങിയിട്ടില്ല. നമ്മളിങ്ങനെ ആലോചിക്കുക 2 ദിവസം എൻ്റെ കുട്ടിയുടെ 90 കുട്ടിക്ക് എവിടെ നിന്ന് സ്വർണ്ണം, എൻ്റെ വീട്ടൊന്നുമില്ല, എവിടെ നിന്ന് കൊടുത്തതാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചിങ്ങനെ കിടക്കുക എന്ത് ചെയ്യും എന്ന് എനിക്ക് ചോദിക്കാൻ പറ്റില്ല വെച്ചാൽ 1 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനിയത്തിൻ്റെ കല്യാണം. ആ കല്യാണത്തിലുള്ള ഫുൾ ചിലവ് മൂപ്പരെടുക്കണം. ഫുൾ ചിലവ് എടുക്കുന്ന വെച്ചാൽ നമ്മളെ ബാധ്യത അല്ല കേട്ടോ. അവർ വീടെടുത്തതിൻ്റെ കാശ് നമ്മൾ കൊടുക്കണ്ടേ. അതിന് പുറമെ പ്രസൻറ്റേഷനായിട്ട് 5 പവനും 15,000 രൂപയും കൊടുക്കും വേണം. ഇതാണ് എൻ്റെ ഗിഫ്റ്റായിട്ട് എന്നാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് അതിൻ്റെ ഇടയിൽ മറ്റുള്ളവരുടെ കല്യാണങ്ങൾ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എൻ്റെ 4 വളയുണ്ടെന്ന് 4 പവൻ്റെ വളയുണ്ടെന്ന് അത് വെട്ടി എൻ്റെ പെങ്ങൾ അവർക്കൊക്കെ കൊടുക്കേണ്ടതൊക്കെ ഇങ്ങനെ ഓരോ വശത്ത് പോകുന്നുണ്ട്. ഓരോരുത്തരുടെ കല്യാണം കാര്യങ്ങളും ആ ഗിഫ്റ്റുകൾ പോകണം. എൻ്റെ ഈ ചിലവുകൾ കഴിയണം. ഇതൊക്കെ ഒരു ഡ്രൈവറാണ്, ഗൾഫിൽ സാധാ ഡ്രൈവറാണ് ഇന്ന് നടത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ ചിന്തിക്കണം കടബാധ്യതയുടെ കാര്യം പറഞ്ഞപ്പോൾ സമ്പാദിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോൾ ഞാൻ ഒന്നും വേണ്ടിയില്ല. അപ്പോൾ 12 മണിക്ക് വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്താ ഉറങ്ങിയില്ല ചോദിച്ചു. അപ്പോൾ ഇല്ല ഉറങ്ങിയില്ല. അപ്പോൾ എന്താ പോകുന്നില്ല ഓരോന്ന് ആലോചിച്ച് കിടന്നു. കാര്യം ഇതാന്ന് നോക്കി പറയാൻ പറ്റുമെന്ന് വെച്ചാൽ പറയും ന്യായമില്ല. നമുക്ക് പറയണതിലൊരു ന്യായം വേണ്ടേ. ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിലോ ചോദിക്കണല്ലോ. അത് ഇന്നല്ല ഒരു കാലഘട്ടത്തിലും അതിനോട് സാധനം ഗൾഫിൽ നിന്ന് വരുമ്പോൾ എന്നോടൊക്കെ എന്താ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും വേണ്ട 2 സാധനമുണ്ട്. അപ്പം എൻ്റെ അമ്മ എൻ്റെ ചീത്ത കേട്ടോ, നിൻ്റെ കുട്ടികൾക്ക് ആ ടാങ്ക് ഇഷ്ടമാണ് അല്ലേ, നിൻ്റെ കുട്ടികൾക്ക് അത് ഇഷ്ടമല്ല, നീ എന്താ കുട്ടികൾക്ക് വേണ്ടി പോലും ഞാൻ ചോദിക്കാറില്ല. എൻ്റെ മക്കൾക്ക് ടാങ്ക് ഇഷ്ടമാണെങ്കിൽ പോലും ഞാൻ അവരോട് അനിയനോട് ചോദിച്ചാൽ കൊണ്ടുപോയോ എന്ന് ഞാൻ പറഞ്ഞു. അത് പറ്റി കുടിക്കാം അത്രേ ഉള്ളൂ. അല്ലാണ്ട് അനിയനോട് ബുദ്ധിമുട്ടിച്ചിട്ട് അത് മേടിച്ച് കൊണ്ടുവരട്ടാന്ന് പോലും ഞാൻ പറയാറില്ല. ഗൾഫിൽ നിന്ന് ഒരു സാധനം ഞാൻ പറഞ്ഞിട്ട് ഇന്നേരെ മേടിച്ചിട്ടുണ്ടാവുന്നുണ്ട്. എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അതൊന്നും ഞാൻ എൻ്റെ അറിവില് ചോദിക്കുകയോ ആവശ്യപ്പെട്ടിട്ടോ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു അതേ 12 മണിക്ക് വിളിച്ചിട്ട് പറയണത്. അപ്പോൾ ഞാൻ അത് നാളെ എൻ്റെ ഒരു കൂട്ടുകാരുമായിട്ട് ആരത് ആർമിൻ്റെ ആ ബാഗ് ലോക്കൊക്കെ ആയിട്ട് കൊടുത്തിട്ട് ഒരു ബാഗ് എന്ന് പറയുന്ന സാധനങ്ങള് ഉണ്ണി അല്ലേ അപ്പോൾ വരിക കേട്ടോ. അപ്പോൾ ഒരു ബാഗ് ഒരാൾ വരുന്നുണ്ട്. ആ ആളേൽ കുറച്ച് സാധനം കൊടുത്തേച്ചിട്ട് ഇട്ടാന്ന്. അപ്പോൾ 12 മണിയല്ല 1 മണി 1:30 എൻ്റെ ദുബായി പോയി വന്നിട്ട് വിളിച്ചത്. സ്വർണ്ണം എടുക്കാൻ പോയി വന്നിട്ട് വിളിക്കാൻ നേരെ വൈകി. അല്ലെങ്കിൽ 12 മണിക്ക് വിളിക്കുന്ന എന്നോട് ഒന്നും വിളിച്ചില്ല, നേരെ വൈകി. അപ്പം ഞാൻ ചോദിച്ചു ഇന്ന് വിളിക്കാൻ പറ്റിയില്ല, നേരെ വൈകി ഞാൻ ദുബായിക്ക് പോയിക്കുന്നത് വിളിക്കാൻ പറ്റും. അപ്പോൾ എന്താ ചോദിച്ചു ഞാൻ ഉണ്ണിക്ക് സ്വർണ്ണം എടുക്കാൻ പോയതാണ്. അപ്പൊക്കുണ്ട് ഒരു സങ്കടം സന്തോഷം. അതെ കുഞ്ഞിന് ചെയിനും അരയിലേക്കും കാലുമിക്ക് തളയും വളയും എടുത്തിട്ടുണ്ട്. പൊന്നൂന് 2 വള മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ണിക്ക് ഞാൻ ഒന്നും മേടിച്ചില്ല, എൻ്റെ കാശ് തികഞ്ഞില്ല, വിഷമം വിചാരിക്കുന്നില്ല. ഉണ്ണിന്ന് വെച്ചാൽ തന്നെയാണ്. പിന്നെ ഈ വേണ്ട ഇടയ്ക്ക് ഒന്നും വേണ്ട, എനിക്കിത് കേട്ടപ്പോൾ തന്നെ സന്തോഷമായിരുന്നു. പിന്നെ പൊന്നൂന് വിഷമം മേടിച്ചില്ല, പൊന്നൂന് 2 വളയും ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാണ്. എന്താ ഒരു യൂട്യൂബ് ചാനൽ നടത്തണ്ട വെച്ചിട്ട് എങ്ങനെയൊക്കെ നമ്മളെ ആൾക്കാരെ തൃപ്തിപ്പെടുത്തണല്ലേ. മടുക്കണതല്ല ഇത് ഞാൻ പറയണത്. ഒരുപാട് ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട് എങ്ങനെയാണ് കാണുന്നത് എന്താണ്.
അപ്പം അത് കഴിഞ്ഞു. അപ്പം പിറ്റേ ദിവസം ബാഗ് കൊടുത്തത് കുട്ടിക്ക് ഡ്രസ്സ് സാധനം അതിൻ്റെ ഗോൾഡും. അത് കഴിഞ്ഞ് ഒരു മാസം ആകുമ്പോഴേക്കും അതിനായിട്ട് എത്രയോ ലക്ഷം രൂപയാണ് അതിനായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കൊടുത്തതെന്ന് വെച്ചാൽ സ്ഥലം മേടിച്ചിട്ട് ആശാട്ടോ, അല്ലാണ്ട് ഇപ്പോൾ ഓസിനുള്ള കാശ്. അപ്പോൾ അതും ഉണ്ടാക്കി കൊടുത്തു. 5 പവനും കൊടുത്തു. പക്ഷേ ലാസ്റ്റ് ആകുമ്പോഴേക്കും 15,000 രൂപ കൊടുക്കല്ല. പിന്നെ 3 പവൻ്റെ വളയുണ്ടായിരുന്നു, തടവാളുണ്ട്. അത് ഞാൻ കൊണ്ട് പണയം വെച്ചിട്ടാണ് ആ 15,000 രൂപ കൊണ്ടു കൊടുത്തത്. മനസ്സിലായി. അപ്പം അങ്ങനെ ഓരോ സാഹചര്യങ്ങളാണ് ഞങ്ങൾ. അതിന് ശേഷം ഒരുപാടൊന്നും ഇത് അവിടുന്ന് തൊട്ട് ഇതുവരെ എന്ന് പറയുമ്പോൾ മനുഷ്യന് ഇതുവരെ ഒരു റെസ്റ്റ് കിട്ടിയിട്ടില്ല. പിന്നെ പൊന്നൂന് കിഡ്നി കുറച്ച് പ്രശ്നമാണ്. കാരണം അത് പൊന്നു അമലയിലും എലൈറ്റ് ഹോസ്പിറ്റലിലോട്ട് കുറേ നാൾ ചികിത്സയിലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കഷ്ടകാലമൊക്കെ മാറി. ഒന്നാമത് പൊന്നു 2.5 വയസ്സോടെ എന്നും ആസ്പത്രിയില്ല. അമല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തറവാട് വീടായി. എന്നും ആഴ്ചയിൽ 7 ദിവസം അവിടെ അഡ്മിറ്റാണ്. അപ്പോൾ എന്ന് ആലോചിച്ചിട്ടെ, ഒരു കുട്ടി എല്ലാ മാസം 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന കാശിന്ന് ഹോസ്പിറ്റൽ ബില്ല് പോകാനുള്ളതൊന്നും മനസ്സിലാക്കിക്കൂടെ. അത് കഴിഞ്ഞു. പൊന്നിന് കിഡ്നിക്ക് അതൊക്കെ കഴിഞ്ഞപ്പോൾ കഷ്ടകാലം കഴിഞ്ഞ് ഇനിയൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിരുന്ന് ഒരു 10-15 ദിവസം കഴിയുമ്പോഴേക്കാണ് പൊന്നൂൻ്റെ മാറി. 10-15 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഞങ്ങൾ വീണ്ടും തറക്കല്ലിട്ടു. എന്താ വെച്ചാൽ അനിയത്തിൻ്റെ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം അനിയത്തിൻ്റെ പ്രസവം കഴിഞ്ഞാൽ വീട്ടിലായതിനു ശേഷം ഞങ്ങൾ ആ വീട് വിറ്റു. എന്ന് വെച്ചാൽ എൻ്റെ നാട്ടിലേക്ക് കയറാണ്ട് ഞങ്ങളുടെ വീട് വിറ്റു. അപ്പോൾ എൻ്റെ അമ്മോട് പറഞ്ഞു, അമ്മ എൻ്റെ കൂടെ പോരെ, എൻ്റെ ഭാര്യ മക്കളും കഞ്ഞിയാണ് കുടിക്കുന്നത്, അതിൽ ഒരു ഓഹരി അമ്മയ്ക്ക് ഇടുന്നുണ്ട്. ഞങ്ങളുടെ അമ്മേനും ഞങ്ങൾ തന്നെയാണ് കൂടെ കൂട്ടിയത്. അങ്ങനെ അമ്മയ്ക്കും ഞങ്ങൾ അതിനൊരു വാടക എടുത്തിട്ട് അമ്മയും ഞാനോ കയ്യിൽ ഇരിക്കുമ്പോഴാണ് പൊന്നിന് കിഡ്നിക്ക് പ്രശ്നമാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കാണ് കുഞ്ഞിന് ഈ ക്യാൻസർ എന്നുള്ളൊരു അസുഖത്തിന് ഞങ്ങൾ വന്ന് പെട്ടത്. ഒരു ക്യാൻസറാണെന്നൊരു അസുഖം ഒരു വീടിൻ്റെ ഉള്ളിൽ വന്ന് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ എന്തൊക്കെ വരും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റും. അല്ലാത്തവരോട് ഞാൻ പറഞ്ഞൊരു കാര്യമില്ല കേട്ടോ. ആ ആൾക്ക് ക്യാൻസറുടെ ചികിത്സയുടെ ഇപ്പോൾ RCCയിൽ ഫ്രീ ചികിത്സയുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയ ശേഷം RCC പോയവർക്ക് അറിയട്ടെ, അവർ ആദ്യം റൂമിലേക്ക് വിളിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഡോക്ടർ റൂമിലേക്കായിട്ട് അവർ നമ്മുടെ കയറ്റിക്കയറി ചെക്ക് ചെയ്യാണ് നമ്മുടെ ജോലിയെന്ന്. അവരൊന്നും ചെയ്തില്ല. അതിനായിട്ട് വരുമ്പോൾ എൻ്റെ പോക്കറ്റിൽ അതിനായിട്ട് ഞാനിവിടുന്ന് അമ്പലയിൽ നിന്ന് സീരിയസ് ആയിട്ട് പൊന്നൂനെ ഞങ്ങൾ കാറിൽ പൊന്നൂന്ന് കുഞ്ഞിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനായിട്ട് നേരെ ഗൾഫിൽ നിന്ന് തിരുവനന്തപുരം എയർപോർട്ടിലെത്തി. എത്തിയ ശേഷം നമ്മൾ രാവിലെ RCC ഹോസ്പിറ്റലിലേക്ക് പോകണം. പുലർച്ചെ ഞാൻ ഡോക്ടറെ കാണിക്കുന്നത്. അപ്പോൾ അതിനിടെ വന്നതിൻ്റെ ടിക്കറ്റും പാസ്പോർട്ടും എൻ്റെ കീശയിലുണ്ടായി അടിച്ചു വിട്ടു കാറ്റഗറിയിലേക്ക്. അപ്പോൾ കാറ്റഗറി തന്നെ ഫുൾ എമൗണ്ട് വെച്ച് നമ്മളവിടെ ചികിത്സിക്കുന്ന ഫുൾ എമൗണ്ട് വെച്ച് നമ്മളവർക്ക് കൊടുക്കണം. അവിടെ ഫ്രീ ചികിത്സ ഉണ്ടെങ്കിൽ FM അങ്ങനെയുള്ള കാർഡുകൾക്ക് മാത്രമാണ് ഫ്രീ ചികിത്സ ഉള്ളത്. കാർഡിന് ഫ്രീ ചികിത്സ ഇല്ല. ഇപ്പോഴത്തെ നിയമങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അന്ന് ഞങ്ങൾ പോകുമ്പോഴുള്ള കാര്യമാണ് കേട്ടോ. എനിക്കൊന്ന് ഇപ്പോൾ കുഞ്ഞിന് 20 വയസ്സ് 17 വർഷം മുന്നത്തെ കാര്യം. 2.5 വയസ്സിലാണ് കുഞ്ഞിന് ഈ ഒരു അസുഖം വരുന്നത് കേട്ടോ. അതൊക്കെ അതിനൊപ്പം എൻ്റെ കുഞ്ഞൻ നാളത്തെ വീഡിയോയിൽ കൂടി പറഞ്ഞു കുടിച്ചതിൻ്റെ കണക്കോ ആഴ്ചയിൽ കൊടുക്കില്ല. ഒരു ദിവസം എൻ്റെ മോള് പാൽപ്പൊടി കഴിക്കുക. അന്നത്തെ കാലത്ത് 500 രൂപയുടെ അടുത്തുള്ള 400 സംതിങ് അല്ല വന്ന് പീഡിയാഷോ എന്നുള്ളൊരു പൊടി കിട്ടും. അന്നത്തെ അത് 400 സംതിങ്. 500 വലിയ കുറവൊന്നുമില്ല. അത് റേറ്റ് കുറവ് കിട്ടാൻ വേണ്ടിയിട്ട് എവിടെ പോയി വരി നിൽക്കും. അത് എത്ര രൂപയുടെ വ്യത്യാസം? 20 രൂപയൊക്കെ വ്യത്യാസം വരും ഒരു കുപ്പിക്ക്. പുറത്തുനിന്ന് മേടിച്ചാൽ അത് 30 രൂപ കൂടുതൽ. SCTയുടെ കുറേ വരി നിന്നിട്ടാണ് അതൊരു 3-4 മേടിച്ചിട്ടാണ് വരിക. കുഞ്ഞ് ഒരു ദിവസം ഒരു കുപ്പി പാല കുടിക്കുക. അപ്പോൾ ഡോക്ടറോട് അവൾക്ക് അതാ കുടിക്കാൻ ഇഷ്ടമായിട്ട് അവൾ കുടിക്കട്ടെ, നിങ്ങളുടെ തടസ്സമൊക്കെ ഉണ്ടാകും. പക്ഷേ ഡോക്ടർക്ക് നമ്മുടെ സാമ്പത്തികം. പക്ഷേ അതൊരു 3-4 വർഷം കുഞ്ഞ് അങ്ങനെ ഡെയിലി കുഞ്ഞത് കുടിച്ചിരുന്നു. അപ്പം കുടിച്ചതിൻ്റെ കണക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടെന്നൊരു സാധാ ഒരു ഡ്രൈവറാണ്. വീട്ടിലെ ചിലവ്, ഈ ക്യാൻസറിൻ്റെ ചികിത്സ ചിലവ്, അതിൻ്റെ ഒപ്പം ഈ പാൽപ്പൊടി നമ്മളോട് പെറ്റുണ്ട്. ഒരു പരിധിയില്ല. നമ്മൾ മനുഷ്യന്മാരല്ലേ പെറ്റുണ്ട്. സാമ്പത്തികമായിട്ട് ഞങ്ങളെ സഹായിക്കും ഒരാളും ഉണ്ടായിരുന്നില്ല. ഒരാളും നമ്മുടെ കുഞ്ഞിന് ക്യാൻസർ കഴിക്കുമ്പോൾ ആരും സഹായിച്ചു. അതിനായിട്ട് കേട്ട 25,000 രൂപ വന്നു. പിന്നെ അനിയ ഒരു 10,000. പിന്നെ നമ്മുടേതായ ബന്ധുക്കളൊന്നും ഒരാളും തന്നിട്ടില്ല. അല്ല ഒരു ഗൾഫിൽ ഒരു 1 ലക്ഷം രൂപയോളം ഗൾഫിൽ കിട്ടി. ചോദിച്ചിട്ടല്ല. അവരിങ്ങനെ വെള്ളം കൊടുക്കണോടത്തൊക്കെ അവർ അറിഞ്ഞിട്ട് അവർ പിരിച്ചിട്ട് തന്നതാണ്. ഇതല്ലാണ്ട് വേറൊരു കാശ് ഒരാളിന് ഞങ്ങൾ കൈ പറ്റിയിട്ടില്ല. ഒരാൾ നമ്മളെ സഹായിക്കാനും ഉണ്ടായിട്ടില്ല. നമ്മൾ പറഞ്ഞേ ഒറ്റയ്ക്ക് വഴി ഈ നിമിഷം ഇവിടെ ഇരിക്കുന്നത് ഒറ്റയ്ക്ക് വഴി തെളിച്ച് വന്നവരാ. ഏത് രൂപത്തിലായാലും ഒരാൾ ഞങ്ങളെ സഹായിക്കണം. ഇനി ഇല്ലെങ്കിൽ പോലും ഒരാളുടെ മുന്നിൽ കൈ എൻ്റെ ഏട്ടന്മാരുടെ ഒക്കെ അന്ന് കാശും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ ഒരാളുടെ മുന്നിൽ പോയി കൈ നീട്ടിയിട്ടില്ല. ഇപ്പം അനിയ 10,000 തന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഇഷ്ടത്തിന്. ഒരു ഏട്ടൻ 25,000 തന്നപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു.
അനുവേട്ട ചീത്ത പറയും മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇനി മേടിക്കണം ഉണ്ണിക്ക് ചികിത്സ വേണ്ട അനുവേട്ട ചീത്ത അനുവേട്ട ഗൾഫിൽ അവൻ ചീത്തല്ല അവനോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവൻ മേടിച്ചിരിക്കുക അവന് ഞാനായിട്ടൊരു ബന്ധമുണ്ട് അവനത് പറഞ്ഞപ്പോഴാണ് 15,000 ഞാൻ കൈപ്പറ്റിയത്. ഞങ്ങളുടെയിലുള്ള സ്വർണ്ണവും കാര്യങ്ങളും വിറ്റിട്ട് തന്നെയാണ് ഞങ്ങളുടെ കുഞ്ഞിനെ ചികിത്സിച്ചതും കാര്യങ്ങളും ചെയ്തതും. അപ്പോൾ സാധാ ഒരു ഓട്ടോക്കാരൻ്റെ കയ്യിൽ എത്രത്തോളം ഉണ്ടാവും ഓട്ടോക്കാരൻ്റെ സ്വത്തിന്, സാധാ ഒരു ഗൾഫുകാരൻ്റെ വണ്ടി ഡ്രൈവറുടെ കയ്യിൽ എത്ര രൂപ സമ്പാദ്യം പിന്നെ മിച്ചം വയ്ക്കാൻ ഉണ്ടാവും. പിന്നെ അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ഓപ്പറേഷൻ കണ്ട് പിന്നെ ഞങ്ങൾക്ക് കട വന്ന് എന്നിട്ടും കടങ്ങളില്ലാണ്ട് ഒരു ലെവലിൽ ഞങ്ങൾ ഇങ്ങനെ താളം തെറ്റി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളൊരു ഹോട്ടലിട്ടു. ആ ഹോട്ടലിൽ വന്ന് 15 ലക്ഷം കട വന്നപ്പോൾ കൊറോണ സമയത്ത് നമുക്ക് 2-3 വർഷത്തോളം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ ഇരട്ടിക്കല്ലേ. അപ്പോൾ സ്ഥലം മേടിക്കാൻ എടുക്കാൻ 5 സെൻറ്റ് മതി, 5 സെൻറ്റ് വെച്ചല്ലോ അതിൽ മുഴുവൻ വീടുന്നില്ല. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കും. ആ പകുതി നമ്മൾ അടയ്ക്കാൻ പറ്റണം. അപ്പോൾ ഇരട്ടി പലിശ കൂട്ടുപലിശ വരും. അങ്ങനെയാണ് കടബാധ്യത. അല്ലാണ്ട് ഞങ്ങൾ കുടിച്ചിട്ടോ പെണ്ണ് പിടിച്ചിട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് ട്രിപ്പ് പോയത് നിങ്ങൾ കാണുമ്പോൾ അത് ഷെബീനും പെണ്ണും ഞങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ലൈഫിൽ അതൊന്നും നടന്നിട്ടില്ല ജീവിതത്തിൽ. ഈ ഹോസ്പിറ്റലൈസ് മാത്രമേ ഞങ്ങൾ ചെയ്തത്. ഇപ്പോൾ കുറച്ചാളുടെ ഞങ്ങൾ ഈ യൂട്യൂബിൽ കുറച്ച് നാൾ ഞങ്ങൾക്ക് നല്ല കാലം കിട്ടുമ്പോൾ അത് ഞങ്ങളോട് എൻജോയ് ചെയ്തു. അത് പ്രത്യേകിച്ച് നല്ല വിലയുള്ള ഫുഡ് പോലെ ഞങ്ങൾ ഹോട്ടലിൽ പിടിച്ച് കഴിക്കാനല്ല, മനസ്സിലായ ഞങ്ങളുടെ കഥ ഞങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ ഇത്ര ബാക്കി എനിക്ക് ക്വസ്റ്റ്യനുണ്ട്. ഇപ്പോൾ ഒരു 3-4 വരുന്നത്. പക്ഷെ ഇത്രയും ലേഖനം വേണമെന്ന് എനിക്ക് തോന്നി. കുന്നംകുളം കക്കാട് അമ്പലത്തിന്റെ മുന്നിൽ നിന്നിട്ടാ പറയുന്നത് എന്തെങ്കിലും ഒരു ദൈവം ഒരു വഴി തെളിയിച്ച് തരികയാണ് ഈ യൂട്യൂബ് ചാനൽ അന്ന് നിർത്തും. സത്യമായിട്ടുള്ള കാര്യം മടുത്തിട്ടാണ്. ഞാൻ പറഞ്ഞു പറയാനേ ഈ അറിയാത്തവരിങ്ങനെ നമ്മളെങ്ങനെ പറയണ കേൾക്കുമ്പോ നമുക്കൊരു വിഷമം. എന്തിനാണ് നമ്മൾ വേറെ അല്ല അവര് ചോദിക്കുന്നത് കാര്യം മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടി വന്നില്ലെങ്കിൽ അവരൊക്കെ ഒളിച്ച് ഓടിപ്പോയതല്ല. പിന്നെ എന്താ കാശ് ചെലവ്? ഒരു ചെലവും ഇല്ല. സത്യമാണ്. എനിക്ക് തന്നെ ഒരു 10 ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ബ്രസ്റ്റിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ആസ്റ്ററിൽ ഒരു പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് 30,000 രൂപയുടെ ആവശ്യം. ഒരു മാസം 30,000-35,000 രൂപ മരുന്നിനും അവിടുത്തെ ടെസ്റ്റ് അമലയിൽ അല്ലെങ്കിൽ സുധർമയിലോ ടെസ്റ്റ് 12,000-15,000 രൂപയുടെ ടെസ്റ്റ് ചെയ്തിട്ടാണ് എല്ലാ മാസവും ആ ടെസ്റ്റ് ചെയ്തിട്ടാണ് പോകണമെങ്കിൽ. ആ പോയി അവിടെ നിന്ന് മരുന്ന് 6,000-7,000 രൂപയുടെ മരുന്നാണ് ഒരു മാസം. പിന്നെ അവിടെ പോയി സ്കാനിങ് ഒരു 30,000 രൂപയും കൊണ്ടാണ് ഞങ്ങൾ എല്ലാ മാസം പോയിരുന്നത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഇവിടുന്നാണ്. അപ്പോൾ ഒരു നമുക്ക് പറ്റണ്ടേ അപ്പുറത്ത് കടമ നമുക്കിതൊക്കെ സേവിങ് ആയിരുന്നു. പക്ഷെ സേവ് ചെയ്യാൻ പറ്റണ്ടേ? ഞങ്ങൾക്ക് ദൈവം ഇതാണ് വിധിച്ചത്. ഞങ്ങളുടെ യോഗ ഇതാണ്. അപ്പോൾ നമ്മൾ ദൈവം തരുന്നത് 2 കൈ നീട്ടി സ്വീകരിക്കുന്നത്. വിഘ്നേശ്വരൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് പറയണത് ദൈവം തരുന്നത് 2 കൈ നീട്ടി സ്വീകരിക്കാതെ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? എന്താ വെച്ചെങ്കിൽ ഇപ്പോഴൊരു സമാധാനം ഉള്ളത് സ്ഥലം പോയാലും കുറച്ച് ബാധ്യത വന്നാലും മക്കള് അല്ലെങ്കിൽ ആർക്ക് ഇതുവരെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും വേറെ വലിയ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ഇപ്പോഴും ദൈവത്തോട് നന്ദി പറയാം. ദൈവത്തിനോട് ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ കാശിന് വേണ്ടിയിട്ടല്ല ദൈവത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കാറ്. ഞങ്ങൾ കണ്ണാടായിട്ട് ഞങ്ങളുടെ മക്കൾക്ക് ഒരു ആപത്തിലാണ് ദീർഘായുസ് തന്നെ. അത് മാത്രം ദൈവത്തിനോട് കുമ്പിട്ട് ചെയ്യണം. അല്ലാണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പ്രാർത്ഥിക്കും. ദൈവമേ കടങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ വീട്ടിൽ കഴിഞ്ഞാൽ ഇപ്പം എത്രയോ മക്കൾ മരിക്കും, പാമ്പ് കടിച്ചു ഉറങ്ങാൻ കിടക്കും. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാണ്. അപ്പം അങ്ങനെയൊന്നും ഒരു യോഗ ഒരു മക്കൾക്കോ കാര്യങ്ങൾക്കോ ആർക്കും വരുത്താതെ ഇരിക്കാനാണ് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ മിക്ക ദിവസം വിഘ്നേശ്വരൻ്റെ അമ്പലത്തിൽ വിഘ്നങ്ങൾ മാറ്റി തന്നേന്ന് മാത്രം പ്രാർത്ഥിക്കണം. വേറെ ഒരു പ്രാർത്ഥനകളോ കാര്യങ്ങളോ ഞങ്ങൾക്കില്ല. എത്ര ശത്രുക്കളുണ്ടെങ്കിൽ ആ ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ അവർക്ക് കാണിച്ചോളല്ല അവർ അനുഭവിക്കുന്നത് പോലെ ഞങ്ങളുടെ അമ്പലത്തിൻ്റെ നടയിൽ പോയിട്ട് തൊഴാറില്ല. ഞങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് തീരാറില്ല. അപ്പം ഇന്ന് 37 മിനിറ്റ് നാളെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നതാണ്. പോയാലാ ഇതിന് കേൾക്കാൻ താല്പര്യമില്ല. നാളെ മുതൽ നിങ്ങൾ ഈ പണി നിർത്തുകയാണ്. ഞാൻ പണി നിർത്തുന്നത് വെച്ചാൽ ഞാൻ ലക്ഷ്യം എനിക്കൊരു ചെറിയ ജോലി വേണം. അപ്പം അതിനുള്ള നെട്ടോട്ടത്തിലാണ്. നിങ്ങളിങ്ങനെ വെറുതെ മക്കളെ നിങ്ങളിങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ കെട്ടിരിപ്പ് കാശാണെങ്കിൽ ഇതൊക്കെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ചെയ്യാം. നമ്മൾക്ക് ഇതിനൊക്കെ എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ പറഞ്ഞില്ലേ നമുക്ക് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്ന ആ അവസ്ഥയാണ് ഇപ്പോൾ. നമ്മൾ തൊട്ടതൊക്കെ പൊന്നാവുമല്ല, തൊട്ടതൊക്കെ പൊട്ടിപ്പോവുകയാണ്. അപ്പൊ ഇനിയെങ്കിലും ഒന്ന് എപ്പോഴും പ്രതീക്ഷ ഒന്നുമില്ല. ഇപ്പൊ എല്ലാ സമയത്തും ഗൾഫിൽ തന്നെ ഇപ്പൊ ഈ കാര്യങ്ങൾ യുദ്ധം കാര്യങ്ങളും ഉണ്ടായി. അപ്പൊ നമ്മള് പ്രതീക്ഷിക്കുന്നിടത്തൊന്നല്ല ജീവിതം. അവന്റെ അഹങ്കാരം കൊണ്ട് കൊടുത്തറിയും. അപ്പൊ ഈ യുദ്ധം കാര്യം ഉണ്ടാവുന്ന ലോകത്തുള്ള എന്റെ മോൾക്ക് ക്യാൻസർ വന്നപ്പോ ഒരാൾ പറഞ്ഞോടാ അതെ അവളുടെ അഹങ്കാരത്തിന് തന്നതാണ് എന്റെ മോളുടെ അസുഖം പറഞ്ഞാല് ഇന്ന് ജീവനോടില്ല.
നമ്മളത് മറന്നു. പക്ഷേ ഈ ഒരു അസുഖങ്ങളും ഒരാൾക്കും അഹങ്കാരം കൊണ്ട്. അപ്പം എത്രയോ അഹങ്കാരങ്ങളുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കണല്ലേ. അപ്പോൾ പോട്ടെ. അപ്പം ഇത്രയുള്ളൂ. ബൈ.